നടി മീര ജാസ്മിൻ ഒരു കോംപ്ലിക്കേറ്റഡ് താരമാണെന്ന് പറയുകയാണ് തമിഴ് നടൻ ശ്രീകാന്ത്. ഈയിടെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീകാന്ത് ഇക്കാര്യം പറയുന്നത്. അഭിമുഖത്തിനിടെ ശ്രീകാന്തിന്റെ കൂടെ അഭിനയിച്ച നായികമാരെ കുറിച്ച് സംസാരിക്കാൻ അവസരം ലഭിച്ചിരുന്നു. അതിൽ ആദ്യം തിരഞ്ഞെടുത്തത് മീര ജാസ്മിനെ ആയിരുന്നു. മീരയെ കുറിച്ച് ശ്രീകാന്ത് പറയുന്നത് ഇങ്ങനെയാണ്: മീര ഒരു കോംപ്ലിക്കേറ്റഡ് താരമാണ്, പക്ഷേ ബ്രില്യന്റ് ആർട്ടിസ്റ്റ് കൂടിയാണ്. ഇന്ത്യയിലെ മികച്ച അഭിനേതാക്കളിൽ മീര ജാസ്മിന്റെ പേരുമുണ്ടാകും. എന്നാൽ ഒരു തവണ തങ്ങൾക്കിടയിൽ വലിയൊരു വഴക്കുണ്ടായി. തങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഒരു ദിവസം പെട്ടെന്ന് മീര ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്തു. താൻ ചോദിച്ചു ഉച്ചവരെയെങ്കിലും ഷൂട്ട് ചെയ്യാമോ എന്ന്. പക്ഷേ മീര ജാസ്മിൻ സമ്മതിച്ചില്ല എന്നും ഹാഫ് ഡേ കൊണ്ട് തീർക്കാമായിരുന്ന ഷൂട്ടിംഗ് ആയിരുന്നു അതെന്നും പക്ഷേ അവർക്കെന്തോ മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് ഷൂട്ടിംഗ് നിർത്തി അവർ പോയെന്നും ശ്രീകാന്ത് പറയുന്നു. അതിനുശേഷം ഡിസംബർ മാസത്തിൽ ഹൈദരാബാദിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ അവർ ഡേറ്റ് കൊടുത്തു. ആ സമയം നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. ഏകദേശം 10-12 ഡിഗ്രി ഉണ്ടാകും. അതിൽ റെയിൻ എഫക്റ്റും. തണുത്ത് വിറച്ചു പോകുന്ന ഒരവസ്ഥ. മീര ജാസ്മിൻ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സീനാണ്. പക്ഷെ താൻ പുറത്തായിരുന്നു നിൽക്കേണ്ടത്. സത്യം പറയാലോ, ഓരോ നിമിഷവും തന്റെ മനസ്സിൽ താൻ അവരെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നുവെന്നും അത്രയ്ക്കും ദേഷ്യം ഉണ്ടായിരുന്നുവെന്നും അതിനുശേഷം തനിക്ക് അവരോട് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്നും ശ്രീകാന്ത് പറയുന്നു. തങ്ങൾ പരസ്പരം സംസാരിക്കാറില്ലായിരുന്നുവെന്നും എന്നാൽ പിന്നീട് ഒരു റൊമാൻറ്റിക് സീൻ ചെയ്യാനുണ്ടായിരുന്നു. ആ സീനിന് തൊട്ട് മുൻപ് വരെ രണ്ടുപേരും അത്രയ്ക്കും ദേഷ്യപ്പെട്ടിരുന്നിട്ട് ആ സീൻ എടുക്കുമ്പോൾ മീര അത്രയും തന്നെ സപ്പോർട്ട് ചെയ്തുവെന്നും ഒരിക്കലും തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പെരുമാറിയില്ല എന്നും അതാണ് മീര ഒരു നല്ല ആർട്ടിസ്റ്റ് ആണെന്ന് നേരത്തെ പറഞ്ഞതെന്നും ശ്രീകാന്ത് പറയുന്നു. മീരയെ മാത്രമല്ല മറ്റു നായികമാരെ കുറിച്ച് ഒരുപാട് വിശേഷങ്ങൾ ശ്രീകാന്ത് പറയുന്നുണ്ട്. ഭൂമിക തന്റെ പഴയ ക്രഷായിരുന്നുവെന്നും തൃഷ ഇപ്പോഴും അടുത്ത സുഹൃത്താണെന്നും ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു. ഒപ്പം സ്നേഹയെക്കുറിച്ചും ഒരുപാട് സംസാരിച്ചു. ശ്രീകാന്ത് അഭിനയിച്ച പാർത്ഥിപൻ കനവ് എന്ന തമിഴ് ചിത്രത്തിന്റെ തെലുങ്ക് റീമേക്കിലൂടെയാണ് മീര ജാസ്മിൻ തെലുങ്ക് സിനിമയിലേക്ക് എത്തുന്നത്. മീര ജാസ്മിനും ശ്രീകാന്തും മെർക്കുറി പൂക്കൾ എന്നീ ചിത്രങ്ങളിലാണ് ഒരുമിച്ച് അഭിനയിച്ചത്. രണ്ടും ഹിറ്റ് ചിത്രങ്ങളായിരുന്നു. സൂത്രധാരൻ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് മീര ജാസ്മിൻ നായികയായിട്ട് എത്തുന്നത്. രണ്ടാമത്തെ ചിത്രം തമിഴിലെ എക്കാലത്തെയും ഹിറ്റ് മൂവി റൺ ആയിരുന്നു. പിന്നീട് വലിയൊരു വളർച്ചയായിരുന്നു മീര ജാസ്മിന്റെ കരിയറിൽ ഉണ്ടായത്. ശ്രീകാന്ത് സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മീര ജാസ്മിൻ ഇൻഡസ്ട്രിയിലുണ്ട്. അതേസമയം റോജാക്കൂട്ടം എന്ന തമിഴ് ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചയാളാണ് ശ്രീകാന്ത്. തമിഴ്, തെലുങ്ക്, മലയാളം ചിത്രങ്ങളിലൂടെ ഏകദേശം 52 ചിത്രങ്ങൾ ശ്രീകാന്ത് ചെയ്തു കഴിഞ്ഞു. പാർത്ഥിപൻ കനവ് എന്ന തന്റെ 4ാമത്തെ ചിത്രത്തിലൂടെ തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടനുള്ള സ്പെഷ്യൽ പുരസ്കാരവും ശ്രീകാന്തിനെ തേടിയെത്തിയിരുന്നു. ചെറിയ കാലയളവിനുള്ളിൽ നായകനായും സഹനടനായും ശ്രീകാന്ത് അഭിനയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.